അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, ഈ വർഷം ഈദ് മിലാദിൻ ചില ജമാഅത്തുകളിൽ നിന്ന് അവിടുത്തെ ഉസ്താദന്മാർക്കും വിദ്യാർത്ഥികൾക്കൊക്കെ നൽകിയ സമ്മാനങ്ങൾ വലിയ സന്തോഷമുണ്ടാക്കുന്ന സമ്മാനങ്ങളാണ്. പല സമയത്തും ഞാൻ വിചാരിച്ചവർക്കൊരു അഭിനന്ദനം അറിയിക്കണം. കാരണം വലിയ മാതൃകയാണ്. കാരണം ഇത് മുത്തായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസമാണ്. ഈ മാസത്തിൽ ഹബീബിൻ്റെ ഏറ്റവും വലിയ ഒരു സുന്നത്താണ് അൽ ഹദിയത്തും മിൻ സുന്ന. ഹദിയ, അതായത് നല്ല നല്ല സമ്മാനങ്ങൾ നൽകുക എന്നുള്ളത് അത് ഹബീബിൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ്, ചര്യയിൽപ്പെട്ടതാണ്. ബൈഹഖി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. സമ്മാനങ്ങൾ നൽകുക ഈ മാസത്തിൽ നാം അത് ഏറ്റവും ഗൗരവത്തിൽ കാണണം. ചിലയിടങ്ങളിലൊക്കെ സമ്മാനം നൽകിയത് ഉസ്താദന്മാർക്ക് കാറ്, അതുപോലെ ഡൈനിങ് ടേബിൾ, ഫ്രിഡ്ജ്, ഇങ്ങനെ വലിയ വലിയ സമ്മാനം, ഇൻവെർട്ടർ, ഇങ്ങനെ. കാരണം സമ്മാനം നൽകുമ്പോൾ ഓരോ ജമാഅത്ത് കമ്മിറ്റിക്കാരുടെ മനസ്സിൽ വലിയ ഒരു ശ്രദ്ധ ഉണ്ടാക്കേണ്ടത് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൽ ഹദിയത്തു അൽ ഹവായിജ്. നാം കൊടുക്കുന്ന ഹദിയ, സമ്മാനം കൊണ്ട് ആ കൊടുക്കപ്പെടുന്ന ഉസ്താദിന്, ആ വിദ്യാർത്ഥികൾക്ക് അവൻ്റെ ആവശ്യം അതുകൊണ്ട് നിറവേറണം. ആവശ്യങ്ങൾ, അവനിക്കുള്ള ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയാണ് സമ്മാനം കൊടുക്കേണ്ടത്. സമ്മാനം നൽകുമ്പോൾ ഉസ്താദന്മാരോട് ചോദിക്കാം എന്താണ് വേണ്ടത്, വിദ്യാർത്ഥികൾക്കുള്ള ആവശ്യങ്ങൾ, ഇങ്ങനെയുള്ള സമ്മാനങ്ങൾ നൽകുക. ചില വിദ്യാർത്ഥികൾ കൃത്യമായി മദ്രസയിലേക്ക് വരാതിരിക്കുമ്പോൾ ചോദിക്കാറുണ്ട്, എൻ്റെ മോളെ മദ്രസയിലേക്ക് കൃത്യമായി വരുന്നില്ല, എന്നാൽ സമ്മാനയ്ക്ക് കിട്ടൂലേ റബീഉൽ അവ്വലിന്? ഇവിടെ സമ്മാനം കിട്ടിയിട്ട് എന്ത് കാര്യം ഉസ്താദ്? ഇവിടെ കിട്ടുന്ന സമ്മാനം അവസാന റബീഉൽ അവ്വലിന് കൃത്യമായി നാം കഷ്ടപ്പെട്ട് എല്ലാ പരിപാടികൾ, അവരുടെ കുടുംബത്തിൽ നടക്കുന്ന കല്യാണം, അവരുടെ കുടുംബത്തിൽ നടക്കുന്ന അത്യാവശ്യമായ പരിപാടികളൊക്കെ ഒഴിവാക്കി മാതാപിതാക്കളയച്ച് വല്യമ്മയുടെ വീട്ടിൽ നിന്ന് നാം മദ്രസയിലേക്ക് വരികയാണ്. അവസാനം സമ്മാനെങ്കിലും കിട്ടുമല്ലോ, നബിദിനത്തിൽ നിന്ന് സന്തോഷിക്കാമല്ലോ, മറ്റേതിൽ കിട്ടില്ലെങ്കിൽ ഇതിലെങ്കിലും കിട്ടുമല്ലോ എന്ന് ആഗ്രഹിച്ചു വരുന്ന കുട്ടികൾ, നല്ല വിഷയമാണത്. അവസാനം കിട്ടുന്നത് ഒരു മെമണ്ടാണ്. ആ 100 റുപ്യൻ്റെതോ അല്ലെങ്കിൽ 200 റുപ്യൻ്റെതോ. ഇതിനു വേണ്ടി എൻ്റെ വാപ്പ പറയുന്നു, എനിക്ക് അങ്ങനത്തെ 100 ഞാൻ എടുത്ത് തരാൻ മോനെ, നമുക്ക് കല്യാണത്തിന് പോയി വരാം, ആ നഷ്ടപ്പെട്ട പാടൊന്ന് പൂർത്തിയാക്കണം. അങ്ങനെയാണ് നാം നൽകുന്നത്. ഹവായിച്ച് അവർക്കുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനാകണം. പ്രത്യേകിച്ച് ഉസ്താദന്മാർക്ക് അടുത്ത് കോൾപ്പയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുത്തെ എൻ്റെ സുഹൃത്തും കൂടിയാണ് ആ ഉസ്താദ്, ഒരു ഫൈസി ഉസ്താദ്, ബഹുമാനപ്പെട്ട ഇസാഖ് ഫൈസി. അദ്ദേഹത്തിന് നൽകിയത് കാറാണ്. അൽഹംദുലില്ലാ, സന്തോഷമായി. വാട്സപ്പിലൊക്കെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. ഒരു ഉസ്താദിന് അത്യാവശ്യമായ ഒരു കാർ ആവശ്യമുണ്ടായിരുന്നു. അല്ലേ, ചോദിക്കാൻ പറ്റുമോ ഒരു കാറ് വേണമെന്നു? പറഞ്ഞാൽ നമ്മുടെ ജമാഅത്തിൽ എത്ര പാവപ്പെട്ടവരില്ല, അവർക്ക് എന്തെങ്കിലും സഹായിച്ചുകൂടെ? പല കാരണങ്ങളും പറയും. നാം അങ്ങ് അറിഞ്ഞൊരാവശ്യം പൂർത്തിയാക്കൽ. കാരണം ഉസ്താദന്മാരുടെ ഈ ചെറിയ ശമ്പളം കൊണ്ട് കാർ വാങ്ങാനോ അല്ലെങ്കിൽ വലിയ വീട് കെട്ടാനോ ഒരിക്കലും സാധ്യമേ അല്ല. നാട്ടിൽ അതിന് കഴിവുള്ള സമ്പന്നരുണ്ടെങ്കിൽ, നിങ്ങളെ നാട്ടിൻ്റെ ഇമാമാണല്ലോ, ഒരു പരിഗണന. ചിലപ്പോൾ നിങ്ങൾ പറയുന്ന രീതിയിൽ അയാൾ ഉണ്ടാവണമെന്നില്ല. ചിലയിടത്ത് അങ്ങനെ ഉണ്ടാകും, കമ്മിറ്റിക്കാർ എന്ത് പറയുന്നത് രീതിയിലായിരിക്കണമെന്ന്. എന്നാൽ ഒരു മുഅ്മിൻ്റെ പരിഗണന കൊടുത്തുകൊണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായത്. ചില ഉസ്താദന്മാർ റബീഉൽ അവ്വൽ കഴിഞ്ഞ അവസാനം കരഞ്ഞ എത്ര ഉസ്താദന്മാരുണ്ട്. എൻ്റെ കൂടെ ജോലി ചെയ്ത ചില നാടുകൾ, ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന നല്ല മഹല്ലാണ്, അവിടുത്തെ നാട്ടുകാരൊക്കെ നല്ല നാട്ടുകാരാണ്. ചിലയിടത്തല്ലോ ചില അനുഭവങ്ങൾ അങ്ങനെ ചില ഉസ്താദന്മാരനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. റബീഉൽ അവ്വലിൽ നിന്ന് നാട്ടിലേക്ക് പോവാതെ കുട്ടികളെ പഠിപ്പിച്ച് അങ്ങനെ കഷ്ടപ്പെട്ടിങ്ങനെ അവസാനം സ്വാഗതം പറയുമല്ലോ, സെക്രട്ടറി നന്ദി പറയുന്ന സമയത്ത് നന്നായി നന്ദി എല്ലാവർക്കും പറയും. ആർക്ക് കസേര പറക്കിയവർക്കും എല്ലാം മൈക്കസിട്ടും എല്ലാവർക്കും പറയും. അവർക്ക് പണവുമുണ്ട്, നന്ദിയുമുണ്ട്. എന്നാലോ ഈ 4-5 ദിവസം മാസങ്ങളോളം അധ്വാനിച്ച ഉസ്താദിനെ ഒരു നന്ദി വാക്ക് പോലും പറയാത്ത ആളുകളുണ്ട്. എന്തൊരു നല്ല സമ്മാനം കൊടുക്കാത്തത്? അതവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലേ, അവരുടെ ജോലിയുടെ ഭാഗമാണ് എന്ന രീതിയിലൊക്കെ നിസ്സാരമായി കാണുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മൻ അഹ്ദാ ഇലാ അഖീ മുഅ്മിൻ ഹദിയത്തുൻ. ഒരു ഹദിയ നൽകുന്ന സമയത്ത് അവരുടെ മനസ്സ് സന്തോഷിച്ചാൽ അജ്റുഹു
വലിയ പ്രതിഫലമുണ്ട് എന്നാണ്, വലിയ പ്രതിഫലം കിട്ടുമെന്നാണ്. എത്ര ആവശ്യങ്ങളുണ്ടെന്നറിയോ? ചില ഉസ്താദന്മാർ വലിയ ആവശ്യങ്ങളൊക്കെ പറയും, ചില അവർക്കുള്ള വീടിൻ്റെ കാര്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ പറയും. ഒരു ചെറിയ രീതിയിലെങ്കിലും പരിഗണിക്കാത്തവരൊക്കെ ഉണ്ട്. വലിയ സങ്കടമുണ്ട്. പാവം എത്ര ആളുകളാണ് കഷ്ടപ്പെട്ട് വീടില്ലാതെ വാടക വീടിൽ കഴിയുന്നവർ, വീടിൻ്റെ പണി തുടങ്ങി പൂർത്തിയാവാതെ സങ്കടപ്പെട്ട് എങ്ങനെ പറയാൻ അവർക്കൊരു ലജ്ജാണ്. ചിലയിടത്ത് ചില ഉസ്താദന്മാരെ എങ്ങനെ ഒരു പണി തുടങ്ങിയെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് പിരിച്ചുവിടുന്നൊരു സാഹചര്യം ഉണ്ടാകും. കാരണം ഇയാൾ നമുക്കൊരു ബാധ്യതയാകുമോ, ഇയാളെ സഹായിക്കേണ്ടി വരുമോ? സഹായിക്കാൻ തുടങ്ങിയാൽ ചില നാടുകൾ അതിന് പാറ വെക്കാൻ വേണ്ടി മാത്രം ചില ആളുകളുണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം അതൊക്കെ ചെയ്തു പോകരുത്. നമുക്ക് കഴിവിൻ്റെ പരമാവധി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, സമ്മാനങ്ങളൊക്കെ ഇത് വലിയ സുന്നത്തായ കാര്യമാണ്. ഇത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാതെ തൻ്റെ സ്വയം ശരീരത്തെക്കാളും അതുപോലെ തൻ്റെ മക്കൾ മാതാപിതാക്കളെക്കാൾ സ്നേഹിക്കാത്ത കാലത്തോളം ഒരാളും പരിപൂർണ്ണ മുഅ്മിനല്ല എന്നുള്ളത് സ്വഹീഹായ ഹദീസാണ്. ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു. എന്നാൽ ഹബീബിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഹുബ്ബി സുന്നത്തിഹി, ഹബീബിൻ്റെ സുന്നത്തിനെ സ്നേഹിക്കലാണ്. ഹബീബിൻ്റെ സുന്നത്ത് എന്താണ്? അൽ ഹദിയത്തു മിനസ് സുന്ന, സമ്മാനങ്ങൾ നൽകൽ അത് ഹബീബിൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ്. അത് നൽകുമ്പോൾ തന്നെ അതിലേക്ക് പാറ വെക്കുന്നവർ, അതിലേക്ക് കത്തി വെക്കുന്നവർ, നന്മയ്ക്ക് കത്തി വെക്കുന്നവർ ഒന്നും നന്നാവൂല. അള്ളാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്തത് രണ്ടാലൊരു മുൻ അല്ലേ, അള്ളാഹു ഹിദായത്ത് നൽകിയെന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമായി, അബൂജഹൽ മുസ്ലിമായില്ല. എന്തേ? അബൂജഹൽ നന്മയ്ക്ക് കത്തിവെക്കുന്ന മനുഷ്യനായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശത്രുവായിരുന്നു. റസൂലിൻ്റെ തല എടുക്കാൻ വന്ന ശത്രുവാണ്. തല വെട്ടിയിട്ടേ കാര്യം. ഉമർ റളിയല്ലാഹു അൻഹു ഒരു കാര്യത്തിന് പുറപ്പെട്ടാൽ തല വെട്ടുമെന്ന് പറഞ്ഞത് വെട്ടിയിരിക്കും. അത്രയ്ക്ക് ധീരനും ശക്തനുമായിരുന്നല്ലോ. നേരെ വന്ന് ഉമർ റളിയല്ലാഹു അൻഹു റസൂലിൻ്റെ തല വെട്ടാൻ വേണ്ടി. ആ ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമായിട്ടാണ് തിരിച്ചു പോകുന്നത്. എന്തുകൊണ്ട്? നന്മയ്ക്ക് കത്തിവെക്കുന്ന പരിപാടിയായിരുന്നില്ല. റസൂലിനോട് ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടായ ശത്രുത നന്മയുടെ ശത്രുത. കാരണം കുടുംബങ്ങൾക്കിടയിൽ പിണക്കമുണ്ടാക്കിയെന്നാണ്. കുടുംബങ്ങൾ പരസ്പരം നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മുഹമ്മദ് പുതിയൊരു ഇലാവുമായിട്ടാണ് വന്നിട്ടിരിക്കുന്നത്. ഏകനാണ്, ലാത്താവുസ്സമനാത്ത്, ഇതുവരേക്ക് നാം ആരാധിച്ച ഒന്നുമല്ല എന്ന രീതിയിലാണല്ലോ വരുന്നത്. ആ രീതിയിലായിരുന്നു നന്മയ്ക്ക് കത്തിവെക്കുന്ന രീതി. അബൂജഹലിനെ പോലെ ആയിരുന്നു. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഹിദായത്ത് നൽകിയെന്ന് മാത്രമല്ല വലിയ സ്ഥാനം നൽകിയല്ലേ. ഉമർ എന്ന് കേൾക്കുമ്പോൾ നാം ആകെ റളിയല്ലാഹു അൻഹു എന്ന് ബഹുമാനത്തോടു കൂടി പറയുന്നു. ആ സ്വഹാബത്തിൻ്റെ ചരിത്രം കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകുന്നു. അത്ഭുതകരമായ മാറ്റമുണ്ടായി. അങ്ങനെ നാം ഒരു നാട്ടിൽ ഇങ്ങനെയുള്ള നല്ല സമ്മാനങ്ങൾ നാം വിദ്യാർത്ഥികൾക്ക് നൽകണം, ഉസ്താദന്മാർക്ക് നൽകണമെന്ന് മുന്നോട്ട് വരുമ്പോൾ അവർക്ക് എന്തിനാ? അവർക്ക് ശമ്പളമില്ലേ, മറ്റേ രീതിയിൽ അവർക്ക് പണം വരുന്നുണ്ടല്ലോ. ആ രീതിയിൽ നന്മക്ക് കത്തിവെക്കുന്ന ഒരു പരിപാടി നാം ചെയ്തു പോകരുത്. അത് നമുക്ക് വലിയ അപകടമുണ്ടാക്കും. അതുകൊണ്ട് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസത്തിൽ ഹബീബിനെ സ്നേഹിക്കൽ ഏറ്റവും അനിവാര്യമാണ്. ഹബീബിനെ സ്നേഹിക്കുന്നതിൻ്റെ 12 അടയാളങ്ങളെക്കുറിച്ച് പ്രധാനപ്പെട്ട് പണ്ഡിതന്മാർ പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വഇക്തിദാഇ ബിഹി, അതായത് ഹബീബിനെ പിൻപറ്റലും, ബിഹുബ്ബി സുന്നത്തിഹ വഇത്തിബാഇഹ, ഹബീബിൻ്റെ സുന്നത്തിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഹബീബിൻ്റെ സുന്നത്ത് എന്താണ്? ഹബീബിൻ്റെ സുന്നത്ത് ഇതൊക്കെ സുന്നത്താണ്. ഹദിയ, സമ്മാനം നൽകുക സുന്നത്താണ്. ചില സുന്നത്തുകൾ തല വാരുമ്പോൾ ഇരുന്നു കൊണ്ട് വാരുക, അത് സുന്നത്താണ്. മുടിച്ചീക്കുന്ന സമയത്തൊക്കെ ഒരു കല്യാണം പരിപാടിയിലേക്കൊക്കെ പോയാൽ അവിടെ വലത് കൈ കൊണ്ട് കുടിക്കുക. നാം കുടിക്കുന്ന ഗ്ലാസ്സിൽ എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള അഴുക്ക് അതിലേക്ക് പോകും, ഭക്ഷണത്തിൻ്റെ പാടുകൾ അതിന് ഗ്ലാസ്സിനാകുമെന്ന് പറഞ്ഞ് ഇടത് കൈ കൊണ്ട് കുടിക്കുന്നത് അത് റസൂലിൻ്റെ സുന്നത്തിനെതിരാണ്. അത് നാം കൊണ്ടുവരണം. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസത്തിൽ നമ്മുടെ സ്ത്രീകളൊക്കെ മക്കൾക്ക് മലപ്പാണം കുടിക്കുമ്പോൾ ഇരുന്ന് കൊടുക്കുക, ഇത് ഒതോട് കൂടി കൊടുക്കുക. ഇതൊക്കെ ഹബീബിൻ്റെ സുന്നത്ത് ഹയാത്താക്കേണ്ട മാസമാണ് റബീഉൽ അവ്വൽ. അങ്ങനെ സുന്നത്തിൽ പ്രധാനപ്പെട്ട സുന്നത്താണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഹദിയകൾ പരസ്പരം നൽകൽ കൊണ്ട് തദ്ഹബു ഹർറസ് സുദൂർ, അതായത് ഹൃദയത്തിൻ്റെ ആ വെറുപ്പങ്ങ് നീങ്ങിക്കിട്ടും. അതുകൊണ്ട് തഹാദു ഫഇന്നൽ ഹദിയത തദ്ഹബു ഹർറസ് സുദൂർ. അതുകൊണ്ട് തഹാദു, നിങ്ങൾ പരസ്പരം ഹദിയ നൽകണം. നിങ്ങൾ ഹദിയ നൽകൽ കൊണ്ട് തീർച്ചയായും ഹൃദയത്തുള്ള വെറുപ്പ് അത് അങ്ങ് നീങ്ങിക്കിട്ടും.
അവർ പരസ്പരം സ്നേഹി. ഇസ്ലാം അങ്ങനെയല്ല. മറ്റൊരുത്തൻ്റെ മനുഷ്യൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാം വലിയ ഗൗരവത്തോടു കൂടി കണ്ട കാര്യമാണ്. മനുഷ്യൻ്റെ അല്ലേ നാം സുഗന്ധം പൂഷണമെന്ന് പറയും. നാം സുഗന്ധം പൂഷൻ നമുക്കെന്ത് കിട്ടാനാ? മറ്റുള്ളവർക്കത് സുഗന്ധം കിട്ടണം അല്ലേ? സക്കാത്ത് കൊടുക്കാൻ പറയുന്നു, സ്വതക്ക കൊടുക്കാൻ പറയുന്നു. പരിശുദ്ധമായ ദീൻ പറയുന്ന ഓരോ കാര്യങ്ങളെടുത്ത് നോക്കൂ, അതിലെല്ലാം മറ്റുള്ളവർക്കാണ് സന്തോഷം അല്ലേ? നോമ്പ് തീരുമ്പോൾ ഫിത്ർ സക്കാത്ത് അരി കൊടുക്കണമെന്ന് പറയുന്നു. അരി മറ്റുള്ളവർക്കൊരു സഹായമാകട്ടെ. ഹജ്ജ് പെരുന്നാൾ വരുമ്പോൾ ബലിയർക്കാൻ പറയുന്നു, മാംസ വിതരണം ചെയ്യാൻ. അത് മറ്റുള്ളവരുടെ വീട്ടിൽ നല്ലൊരു ഭക്ഷണം ഉണ്ടാവട്ടെ. ഹജ്ജിൽ പോയാൽ എന്തെങ്കിലും ന്യൂനത സംഭവിച്ചാൽ അവിടെ അറുക്കാൻ വേണ്ടി പറയുന്നു, അത് മറ്റുള്ളവർക്കാണ്. ഇതൊക്കെ നോക്കൂ, മറ്റുള്ളവരെ കാണാൻ പുഞ്ചിരിക്കുക, മറ്റുള്ളവരെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വലിയ പ്രതിഫലമുള്ള കാര്യമാണെന്ന് ഹദീസിലൊക്കെ ഉണ്ട്. അതൊക്കെ നാം ചെയ്യണം. നമ്മുടെ പള്ളികളിലൊക്കെ അത് ചെയ്യണം. നാം നിയ്യത്ത് ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ വർഷം നമ്മുടെ ഉസ്താദന്മാരെ അതുപോലെ നമ്മുടെ വിദ്യാർത്ഥികളെ നന്നായി നമുക്ക് സന്തോഷിപ്പിച്ച് വലിയ വമ്പൻ പ്രതിഫലം നാം നേടണം എന്ന നല്ല നിയ്യത്ത് വെച്ച് പ്രവർത്തിക്കുക. ആരും സംഭാവന നൽകും. റബീഉൽ മാസത്തിലെ നബിൻ്റെ പേര് പറഞ്ഞ് ചോദിച്ചാൽ ആരും നൽകും ഒരു നല്ല അൽഹംദുലില്ലാഹ്. ഒരുപാട് കോൽപ്പയിൽ മാത്രമല്ല, എൻ്റെ പെങ്ങളുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന ഷരീഫ് ദാരിം എന്ന് പറയുന്ന ഒരു ഉസ്താദ് പഞ്ചള, അൽഹംദുലില്ലാഹ് നല്ലൊരു ഡൈനിങ് ടേബിളൊക്കെ കൊടുത്തു. കഴിഞ്ഞ വർഷം വീട്ടിലേക്കുള്ള സോഫ സെറ്റുകളാണ് മാഷാ അല്ലാഹ്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ, ഈ വീഡിയോയിൽ കാണുന്ന പല സ്ഥലങ്ങളിൽ അൽഹംദുലില്ലാഹ് ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് വീടുകൾ ഉൾപ്പെടുത്തിയാൽ അത് ഒരുപാട് ലെങ്ത് കൂടി പോകും. ഞാൻ ഉൾപ്പെടുത്തും. നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങൾ തൊട്ടടുത്ത പ്രദേശങ്ങൾ ഉസ്താദന്മാർക്കൊക്കെ നൽകിയ സമ്മാനം. അവരെ അഭിനന്ദിക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം, അവരെ കണ്ട് മറ്റുള്ളവർ പഠിക്കട്ടെ. അത് വലിയ ഒരു നാടിനൊരു മാതൃകയാകട്ടെ. അത് മുത്തായ റസൂലിൻ്റെ സുന്നത്തിനെ പ്രചരിപ്പിക്കുന്നതിൻ്റെ കൂലി അള്ളാഹു നൽകും. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.